ഞാൻ കുറെ നേരമല്ലേ വന്ന് നിൽക്കാൻ എന്തോ കാര്യം എന്തോ? ഞാൻ പറയുന്ന കാര്യം നീ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. എടാ ഇവിടെ ഒരു പ്രേതം ഉണ്ടടാ. പ്രേതോ? എന്നിട്ട് ഇവിടെ ഇപ്പൊ ഞാനും നീ മാത്രമല്ലേ? ശരിക്കും ഞാനും നീ മാത്രമല്ല, ഇവിടെ ഒരാളോടെ ഉണ്ട്. ഇത് ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ആരുണ്ടെന്നാ പറയുന്നേ? എടാ ഒരു തള്ള, ഒരു 19 വയസ്സ് വരും. നീ കണ്ട? ഓ, എന്നിട്ട് എന്ത്? ഇവിടെ ഉണ്ട്. നമുക്ക് രാവിലെ ഡോക്ടറെ കാണാൻ പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതാണ്ട് പൂമ്പാറ്റയുടെ പടമുള്ള ഗുഡ് മോർണിംഗ്, അതും എല്ലാവർക്കും. എടി നീ ചുരിദാറൊക്കെ ഇട്ട് തുടങ്ങിയോ? എടി ഈ ചുരിദാറൊന്നും ഞാൻ ഓർഡർ ചെയ്തല്ല. ചുരിദാർ, മാക്സി, മറ്റേ കൈയിടുന്ന വിരളറ, മറ്റേ കത്തി, കറിക്കത്തി, ഇതൊന്നും ഞാൻ ഇന്ന് വരെ ഓർഡർ ചെയ്തിട്ടില്ല. അതേണ്ട അതൊക്കെയാണ് ഇപ്പോൾ സാധനം കൊണ്ടുവരുന്നത്. എടി ഇതെന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് വല്ലതും ആയിരിക്കും. എടാ ഞാൻ അങ്ങനെ വിചാരിച്ചത് ഹാക്കിംഗ് ആണെന്ന്, പക്ഷേ ഇത് ഹാക്കിംഗ് അല്ല. നീ കണ്ട ഇതിൻ്റെ യൂട്യൂബ് ഹിസ്റ്ററി നോക്ക്. പരസ്പരത്തിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ, നടിക്ക് സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എല്ലാം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടാ. നീ ചുമ്മാ പോയ മനുഷ്യനെ പേടിപ്പിക്കാതെ. ഒരുമാതിരി വള്ളി കേസുമായിട്ട് രാവിലെ ഇറങ്ങിക്കോളും. നിന്റെ തോന്നൽ ഇതൊക്കെ ഹാലൂസിനേഷൻ. എടാ അല്ല, നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് എൻ്റെ കൂടെ കിടന്നുറങ്ങാം. ഓ അത് വേണ്ട, നിനക്ക് പേടിയില്ലല്ലോ. എനിക്ക് പേടിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം പറയട്ടൊന്നും മിണ്ടാരി. ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. നിൻ്റെ അടുത്തല്ല ഞാൻ കാര്യം പറഞ്ഞത്. പിന്നെ തോളി തട്ടുന്നു. ആര്? ആ തള്ള. ഇതുള്ള ആ സുലൂല് തള്ള. പോളർക്ക. എടാ ഇതിനിപ്പോൾ ഞാൻ എന്തുകൂടെ ഇപ്പോൾ ചെയ്യണ്ടേ? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അതാ നിന്നെ വിളിപ്പിച്ച. നീ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും കഴിച്ചിട്ട് നല്ലൊരു കുളിയും കുളിച്ച് കയറി വിടുന്ന ഒറ്റ ഉറക്കം ഉറങ്ങും. നിൻ്റെ എല്ലാ അസുഖവും മാറും. ഇപ്പോഴും പുറകെ ഇപ്പോൾ ഉണ്ടോ? ഓ, വീട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. എനിക്ക് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ നമുക്കൊരു നോക്കാമായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഞാൻ അങ്ങോട്ട് പോവാം. എന്തെങ്കിലും ഉണ്ട് വിളിച്ചാൽ തീടാ. ഓക്കെ. കണ്ട നിനക്കൊരാവത്ത് ഇതപ്പോ വലിഞ്ഞുണ്ടോ? എന്തൊരു കൂട്ടുകാരാവേ. ഓ ഞാനെക്കാട്ടിയും ഭേദം തന്നെ. ഞാൻ എപ്പോഴും നിന്റെ കൂടില്ലേ? അതാണല്ലോ എൻ്റെ പ്രശ്നം. നീ എന്തിനാ ഇത് എല്ലായിടത്തും പറയുന്ന? ഞാൻ ആരെങ്കിലും വിശ്വസിക്കണ്ടേ? ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കില്ല, നിനക്കൊരു ശല്യമില്ല. ഞാൻ ഇത്തിരി ഫോൺ എടുക്കും, എന്തെങ്കിലും സാധനം വരും, നീ അത് പൈസ കൊടുക്കും, അത്രയല്ലേ ഉള്ളൂ. അമ്മ ഈ പൈസയും കൂടെ ഒന്ന് ഉണ്ടാക്കിത്താ. അത് ഞാൻ ജോലിക്ക് വന്നില്ല, നിന്റെ കൂടെ നടക്കില്ലേ? അയ്യോ, ബാക്കി എല്ലാത്തിനും കഴിവുണ്ടല്ലോ, കുറച്ച് പൈസയും കൂടെ അച്ചടിച്ച് അങ്ങോട്ട് ഇറക്ക്. ഇതെന്തോന്ന് സ്വിച്ച് ഇട്ടാണൊക്കെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന? എൻ്റെ തള്ളെ, പൊന്ന് തള്ളെ, എനിക്ക് കുറച്ച് പ്രൈവസി ഇതാ. എനിക്ക് കക്കൂസ് പോകണം. ഞാനും വരുന്നു. നിങ്ങൾ എന്തെന്നെ എൻ്റെ കൂടെ കക്കൂസില്ലെങ്കിലും ഒന്ന് വെറുതെ വിട്. അല്ലാത്തപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഫോൺ താ. അത് പറ്റത്തില്ല, എനിക്ക് കക്കൂസി പോകണമെങ്കിൽ റീൽസ് കാണണം. അപ്പൊ ഞാൻ അവിടെ ഒന്നിരിക്കും. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മോൻ്റെ പ്രായമല്ലേ ഉള്ളൂ, എനിക്ക് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാം. കൂടെ വരുന്നേ. എന്തൊരു കഷ്ടം ഇത്. ഞാൻ ഒന്ന് കേറിട്ട് ഫോൺ ഒന്ന് ഇവിടെ നിൽക്കുവോ? ഫോൺ തന്നെ ഇവിടെ നിൽക്കാം. എന്നാ പിടി, കയറി വരല്ലേ. അതെ കഴിഞ്ഞ ഒത്തിരി നേരം കാണാതിരുന്ന എന്റെ കണക്ഷൻ പോവും. എളുപ്പം ഇറങ്ങിവാ. അതെ, എനിക്ക് ഫോണില്ലാതെ പോവാൻ പറ്റത്തില്ല കേട്ടോ, ശീലവാ. ആ ഫോൺ ഒന്ന് തരുമോ? ഫോൺ തരാൻ പറ്റത്തില്ല. എന്നാ ഒരു പാട്ടേലും പാടിത്താ, അതേലും കേട്ടോണ്ടിരിക്കാം. ഞാൻ പാടിത്തരാം. ഈ പാടാനൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ പാടിത്തരാം. ആ ഏതായാലും പാട്. സ്വപ്നം കാണാറുണ്ടോ നീയും? ഒരു കഴിവില്ലാത്തൊരു പ്രേതം. എനിക്ക് വേറൊരു കഴിവുണ്ട്, നീ ഇപ്പൊ കണ്ടോ. അതെ, അതിന് ഞാൻ കഴിഞ്ഞില്ല, അതിനും പഠിച്ചാ. അത് കാര്യം നിങ്ങൾ പ്രേതമൊക്കെ തന്നെ ഒരു മതി വൃത്തിയുടെ തോമം കാണിക്കില്ലെന്ന് വെച്ചു. സോറി. കയ്യിലേക്ക് നനഞ്ഞല്ലേ. നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? നീ എടുത്തു നോക്ക്. കിട്ടൂല. കിട്ടൂലേ? അപ്പോൾ പിന്നെ ഒന്ന് പോസ് ചെയ്തേ. കാണാൻ പറ്റുന്നില്ല. കിട്ടൂല. അല്ലെങ്കിൽ ചില്ലിങ് വിത്ത് പ്രേതം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടായിരുന്നു. ഒരു കാര്യം ഓർമ്മയില്ലേ? ഞാൻ ഒരുപാട് ശ്രമിച്ച്, എനിക്കൊന്നും ഓർമ്മയില്ല. കുഴപ്പമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങളെന്തായാലും ആള് കൊള്ളാട്ടോ, ഉപദ്രവമൊന്നുമില്ലല്ലോ, കുളിക്കാറൊന്നുമില്ലല്ലേ? ഇന്നലെ രാത്രി വന്നപ്പോൾ നല്ല വാട ഉണ്ടായിരുന്നു. കുളിക്കാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. റീൽസ് കാണാം, റീൽസ് ഒക്കെ കാണാം, കമന്റ് ഇടൂ, വായിക്കും.
അയ്യോ ഇടാൻ പറ്റില്ല. എല്ലാം മറന്നുപോയി. ഇന്നലെ കൊണ്ടുവന്ന ചുമന്ന ചുരിദാർ റിട്ടേൺ കൊടുത്തോ? ഓ അത് രാവിലെ തന്നെ കൊടുത്തു വിട്ടു. പക്ഷെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ആയിരിക്കും എനിക്ക്. ആ ചുമ്മാരി നിങ്ങൾക്ക് 19 വയസ്സുണ്ടോ കേട്ടോ. എനിക്ക് എൻ്റെ മോനെ പോലെ നിന്നെ ഇഷ്ടം എനിക്ക്. അങ്ങനെ എൻ്റെ മോൻ നിന്നെ കണക്കിരിക്കുമായിരുന്നു. അതല്ലേ എൻ്റെ കൂട്ടന്ന് പോവാത്ത. നിങ്ങൾക്ക് ഇനി എങ്ങനെ മോക്ഷം കിട്ടും? ഞാൻ എങ്ങനെ മരിച്ചെന്ന് തിരിച്ചറിയണം. അതെ വെറുതെ ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് സഹായിച്ചൂടെ? ക്യൂടെക്സ് ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ, അത് പോവും. പത്രത്തിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ കൊടുത്ത് ഇവർ ആരാന്ന് അറിയിക്കായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ആ വഴി ചിന്തിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ വരയ്ക്കാനും അറിയത്തില്ല. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരും. കൂടെ വരും. എത്ര ദൂരം പോയാലും ഓടി വരും. പ്ലെയിനിൽ കയറി ഞാൻ പറന്നു പോയാൽ കൂടെ വരും. കിണറ്റി ചാടിയാ കൂടെ ചാടും. ഓ നിങ്ങൾ ഓൾറെഡി ചത്തല്ലോ. എന്നെ കൊല്ലിക്കാനല്ലേ? ആ വിദ്യയെ അങ്ങ് മനസ്സിരുന്നാൽ മതി, ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ ചത്തേനെ. എങ്ങനെ മരിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ തേങ്ങ വീണാ മരിച്ചത്. വാട്ട് എ വണ്ടർ ഡെത്ത്. ഇതേപോലെ തുണി വിരിച്ചുകൊണ്ടിരുന്നപ്പം തേങ്ങ വീണാ ഞാൻ മരിക്കുന്നത്. എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ വീട്, എനിക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ട്, സ്ഥലം അറിയാം. ഞാൻ പോവുക. ഇനി മോനെ ശല്യത്തിന് വരൂല. ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഇനി ഒരിക്കലും എൻ്റെ ഇല്ല വരത്തില്ല. മോൻ എൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോകണം. ഓ ഇല്ല ഞാനില്ല, നിങ്ങൾ കോളി. ഇനി മേളിലോട്ട് തന്നെ. ഇനി ആരോടെ ഒന്നിനുമില്ല. വരില്ലേ? ഇല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ ബന്ധുക്കളെ എല്ലാവരെയും ഒന്ന് കാണണം. ഞാൻ പോവുക. ആരെയും ഉറക്കരുത് കേട്ടോ ഇനി. ഇല്ല ഇന്നത്തോട് തീർന്ന്. ഞാൻ അറിഞ്ഞല്ലോ ആരാണെന്ന് അറിഞ്ഞു. ശരി, ഓക്കെ, ബായ്. ഞാൻ എന്തെങ്കിലും വിഷമിപ്പിച്ച? ഇല്ല. ചമ്മന്തി അരയ്ക്കാൻ തേങ്ങയായി, പ്രേതവും പോയി. താങ്ക് യു.